கேரள மாநிலம் ஆலப்புழாவில் ஓணம் பண்டிகையை ஒட்டி படகு போட்டி நடைபெற்றது. அந்த காட்சிகளை பார்க்கலாம். എഴുപത്തിരണ്ടാമത് നെഹ്റു ട്രോഫി ജലോത്സവം 2026 തിരശ്ശീല ഉയർന്നു കഴിഞ്ഞു. 4 ചുണ്ടൻ വള്ളങ്ങൾ ഒന്നാമത്തെ ഹീറ്റ്സിൽ നിരക്കുകയാണ്. ഒന്നാമത്തെ ഹീറ്റ്സിൽ തലവടി ചുണ്ടൻ, രണ്ടാമത്തെ ഹീറ്റ്സിൽ കരുവാറ്റ ശ്രീ വിനായകൻ, മൂന്നാമത്തെ ഹീറ്റ്സിൽ ആയാപറമ്പ് പാണ്ടി, നാലാമത്തെ ട്രാക്കിലൂടെ വീയപുരം വീരു എന്ന പേരുള്ള ഓമനപ്പേരിട്ടിരിക്കുന്ന വീരു. ഒന്നാമത്തെ ട്രാക്കിലൂടെ തലവടി, രണ്ടാമത്തെ ട്രാക്കിൽ കരുവാറ്റ ശ്രീ വിനായകൻ, മൂന്നാമത്തെ ട്രാക്കിലൂടെ ആയാപറമ്പ് പാണ്ടി, നാലാമത്തെ ട്രാക്കിലൂടെ വീയപുരം. തലവടി ചുണ്ടൻ വില്ലേജ് ബോട്ട് ക്ലബിൻ്റെ നേതൃത്വത്തിലാണ് വന്നിരിക്കുന്നതെങ്കിൽ കരുവാറ്റ ശ്രീ വിനായകൻ KTBC കുമരകം ബോട്ട് ക്ലബിൻ്റെ നേതൃത്വത്തിലാണ് വന്നിരിക്കുന്നത്. ആയാപറമ്പ് പാണ്ടി IBRA കൊച്ചിൻ ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. വീയപുരം UBC കൈനഗരി ആൻഡ് FC ആണ് എത്തിച്ചിരിക്കുന്നത്. 4 ചുണ്ടൻ വള്ളങ്ങളും ഒന്നിച്ചൊന്നായി നിരന്ന് 1150 നീളമുള്ള നെട്ടയത്തിലൂടെ കുതിച്ച് മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ചെറുമുറി ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 4 ചുണ്ടൻ വള്ളങ്ങളിൽ 2 ചുണ്ടൻ വള്ളങ്ങളാണ് വ്യക്തമായ ഒരു മുന്നേറ്റത്തിലൂടെ മുന്നിലേക്ക് കടന്നു വരുന്ന. ഒന്നാമത്തെ ട്രാക്കിലൂടെ വരുന്ന തലവടിയും മൂന്നാമത്തെ ട്രാക്കിലൂടെ വരുന്ന ആയാപറമ്പ് പാണ്ടിയുമാണോ എന്ന് തോന്നിപ്പോകുന്നു. ഒന്നാമത്തെ ട്രാക്കിലൂടെ വരുന്ന ചുണ്ടൻ വളരെ മുൻപിൽ നിൽക്കുന്ന ഇടിയൻ്റെ താളത്തിന് ഒപ്പം, പക്ഷേ ഒരു അയത്ന ലളിതമായ ഒരു ശൈലി എന്ന് വേണമെങ്കിൽ പറയാം. വളരെ സൗമ്യമായ ഒരു തുടക്കമാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഒന്നാമത്തെ ട്രാക്കിലൂടെ വരുന്ന തലവടി, രണ്ടാമത്തെ ട്രാക്കിലൂടെ കരുവാറ്റ ശ്രീവിനായകൻ, മൂന്നാമത്തെ ട്രാക്കിൽ ആയാപറമ്പ് പാണ്ടി, നാലാമത്തെ ട്രാക്കിൽ വീയപുരം. വളരെ വള്ളപ്പാടുകൾക്ക് ഒരു മുന്നേറ്റത്തിലൂടെയാണ് ഈ ഒന്നാമത്തെ ഹീറ്റ്സ് മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കൗതുക മത്സരങ്ങളുടെ വജോ ചൈതന്യമായി മാറുന്നു പ്രിയങ്കരനായ ജോ ജോസഫ് തായങ്കരി. അദ്ദേഹം കുട്ടനാട്ടുകാരനാണ്. അദ്ദേഹത്തിലേക്ക് ഞാൻ മൈക്ക് കൈമാറുകയാണ്. നന്ദി ശ്രീ ഹരികുമാർ വാലത്ത്. തലവടി ചുണ്ടനും കരുവാറ്റ ശ്രീവിനായകനും ആയാപറമ്പ് പാണ്ടിയും വീയപുരവും തമ്മിലുള്ള ഒരു മത്സരമാണ് നടക്കുന്നത്. ചുണ്ടൻ വള്ളങ്ങളുടെ ആദ്യപാദ മത്സരത്തിൽ ആദ്യ ഹീറ്റ്സിൽ തലവടി ചുണ്ടൻ വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനകരിക്കാർ തുഴയുന്നു. തലവടി ചുണ്ടൻ ഒന്നാം ട്രാക്കിലൂടെ കടന്നു വരുന്നു. കഴിഞ്ഞ വർഷം വിജയിച്ച ടീമാണ്. കഴിഞ്ഞ വർഷം വീയപുരത്തിൽ വന്ന് വിജയിച്ച ചരിത്രം കുറിച്ച ടീമായ വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനഗരി തലവടി ചുണ്ടനിൽ ഒന്നാം ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ വീയപുരം വള്ളത്തിൽ കടന്നു വരുന്നത് UBC കൈനഗരി ഫാൻസ് ബോട്ട് ക്ലബ്ബുകാരാണ്. അവർ വീയപുരം വള്ളത്തിൽ 4ാം ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ കരുവാറ്റ ശ്രീവിനായകനും ആയാപറമ്പ് പാണ്ടിക്കും അത്രയൊന്നും പ്രാമാണ്യം ഈ കളിയിലില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് തലവടി ചുണ്ടനും വീയപുരവും ഇപ്പോൾ നെട്ടയത്തിന്റെ പകുതി ഭാഗം പിന്നിടുമ്പോൾ കടന്നു വരുന്നത്. 4ാമത്തെ ട്രാക്കിലുള്ള വീയപുരം അല്പം ലീഡ് നേടിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയുവാൻ കഴിയും. സ്വാഭാവികമായിട്ട് വീയപുരവും തലവടിയും തമ്മിലുള്ള മത്സരമാണ് നടക്കുന്നത്. ഒന്നാമത്തെ ട്രാക്കിലുള്ള തലവടി, 4ാമത്തെ ട്രാക്കിലുള്ള വീയപുരം. UBC കൈനഗരി ഫാൻസ് ക്ലബിന്റെ വീയപുരം പത്മകുമാറിന്റെ നേതൃത്വത്തിൽ 4ാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ അവരെ അല്പ ലീഡ് ഇപ്പോൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. ഈ ലീഡെന്ന് പറയുമ്പോൾ ഈ ലീഡൊന്നും ഒരു ലീഡല്ല. കാരണം ഈ ലീഡ് നോക്കിയല്ല, അല്ലെങ്കിൽ ഹീറ്റ്സിൽ ഒന്നാമതെത്തിയത് കൊണ്ട് മാത്രമല്ല ഫൈനലിൽ മത്സരിക്കുവാൻ അർഹത നേടുന്നത്. ഈ 21 ചുണ്ടൻ വള്ളങ്ങളിൽ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഫിനിഷ് ചെയ്യുന്ന വള്ളങ്ങളാണ് ഫൈനലിൽ മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിജയമാണോ എന്ന് നമുക്ക് ഈ ഹീറ്റ്സ് മത്സരങ്ങൾ കഴിയുമ്പോഴേ പറയാൻ കഴിയുള്ളൂ. ഇതാ ഒന്നാമത്തെ ട്രാക്കിലുള്ള തലവടിയെ പിന്തള്ളിക്കൊണ്ട് 4ാമത്തെ ട്രാക്കിലുള്ള വീയപുരം UBC കൈനഗരി ഫാൻസ് ക്ലബിന്റെ വീയപുരം 2 കൈനകരിക്കാർ തമ്മിൽ മത്സരിക്കുമ്പോൾ തലവടിയുടെ വില്ലേജ് ബോട്ട് ക്ലബിന്റെ തലവടിയെ പിന്തള്ളിക്കൊണ്ട് വീയപുരം ഏകദേശം ഒരു വള്ളപ്പാടിന് ഫിനിഷിംഗ് പോയിന്റിനോട് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ വീയപുരം തന്നെ വ്യക്തമായ ഒരു ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് ചുണ്ടൻ വള്ളങ്ങളുടെ ആദ്യപാദ മത്സരത്തിൽ വീയപുരം ഇതാ ഫിനിഷിംഗ് പോയിന്റിലേക്ക് കഴിക്കുകയാണ്. വീയപുരത്തിന് 1ാം സ്ഥാനം. 1ാം പാദ മത്സരത്തിൽ വീയപുരം ഇതാ ഫിനിഷിംഗ് പോയിന്റിലെത്തുന്നു. വീയപുരത്തിന് 1ാം ഹീറ്റ്സിൽ 1ാം സ്ഥാനം. UBC കൈനഗരി ഫാൻസ് ക്ലബിന്റെ വീയപുരം കഴിഞ്ഞ വർഷം വിജയിച്ച വള്ളം മറ്റൊരു ടീം തുഴഞ്ഞ് UBC കൈനകരിക്കാരായി വില്ലേജ് ബോട്ട് ക്ലബ്ബ് മാറി UBC കൈനകരിയായി മത്സരിക്കുമ്പോൾ വില്ലേജ് ബോട്ട് ക്ലബിൽ തുഴഞ്ഞ തലവടി വള്ളത്തെ പിന്തള്ളിക്കൊണ്ടാണ് വീയപുരം ഇതാ 1ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത്. ഇനി செல்லுமிடமெல்லாம் செய்தி. தந்தி டிவியின் வாட்ஸ்அப் சேனலை ஃபாலோ பண்ணினா செல்லருக்கும் இடமெல்லாம் செய்தி. இதோ QR கோட் இப்பவே ஸ்கேன் பண்ணுங்க, ஃபாலோ பண்ணுங்க.